മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. യേശു പലതവണ സുവിശേഷത്തിൽ അതേപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. യേശു രണ്ടാമത് വരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്, അതേപ്പറ്റിയാണ് ഇന്നത്തെ വായന നാം ധ്യാനിക്കുന്നത്. യേശുവിന്റെ ആഗമനത്തെ പറ്റി കേൾക്കുമ്പോൾ നാം ഭയവികന്റെ ആഹാരമുണ്ട്. ചിലവർ ലോകാവസാനം എന്ന് പറയും വളരെ വലിയ എന്തോ ഒരു ഭീകരമായൊരു അവസ്ഥയാണ് എന്ന്. എന്നാൽ യേശു എന്താണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ പറയുന്നത്? യേശു ഒരു കാര്യം മാത്രമേ ഓർപ്പിക്കുന്നുള്ളൂ: സദാ ജാഗരൂകരായിരിക്കുകയും. സദാ ജാഗരൂകരായിരിക്കുകയും. അപ്പോൾ എങ്ങനെയാണ് സദാ ജാഗരൂകരായിരിക്കാൻ പറ്റുന്നത്? മനുഷ്യപുത്രമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനുഷ്യപുത്രനെ സ്വീകരിക്കാൻ സാധിക്കുന്നത്? അതേപ്പറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 15 മുതൽ 24 വചനഭാഗത്ത് നാം കാണുന്ന ബാലാമിന്റെ പ്രവചനങ്ങളെ പറ്റിയാണ്. ബാലാം പല കാര്യങ്ങളെ പറ്റി പ്രവചിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സംഖ്യയുടെ പുസ്തകത്തിൽ. എന്നാൽ ഇന്നത്തെ വായന നാം കാണുന്നത് ബാലാം യേശുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയാണ് പ്രവചിക്കുന്നത്. പ്രകാരം എഴുതിയിരിക്കുന്നു: യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. അതായത് വരാനിരിക്കുന്ന രക്ഷകൻ യേശുവാണെന്നും യേശുവിനോട് നാം രക്ഷ പ്രാപിക്കുമെന്നാണ് ഇന്നത്തെ വായനകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മനുഷ്യപുത്രൻ അല്ലെ യേശുവാണ് നമ്മുടെ രക്ഷകനെന്നും യേശുവിനോട് നമുക്ക് രക്ഷ ലഭിക്കുമെന്നും ഈ വായന ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. സക്കറിയ പ്രവചന പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ വീണ്ടും മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റിയാണ് നാം വായിക്കുന്നത്. സക്കറിയ എഴുതുന്നത്: കർത്താവിന്റെ ദിനം ആസന്നമായിരിക്കുന്നു. അപ്പോൾ എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്? അവരുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആ സമയം കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഒരിക്കൽ കൂടി നാം യേശുവിനെ സ്വീകരിക്കുവാനായിട്ട്, യേശുവിൽ ആശ്രയിക്കുവാനായിട്ട്, യേശുവിനെ മുറുക്കെ പിടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ യേശു വിശ്വസിക്കുവാനായിട്ട് നാം തയ്യാറാകണമെന്നാണ് സക്കറിയാവിനെ ഓർമ്മിപ്പിക്കുന്നത്. ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും യേശു കൈവിടുകയില്ല. മനുഷ്യപുത്രനെ ആഗമനത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മെ അവിടുന്ന് പ്രാപ്തരാക്കുന്ന വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 29 മുതൽ 35 വനഭാഗത്ത് വീണ്ടും സദാ ജാഗരൂകരായിരിക്കേണ്ട ആവശ്യത്തെപ്പറ്റി, അല്ലെങ്കിൽ യേശുവിന്റെ ആഗമനത്തെ പറ്റിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസ് പറയാണ് ചെയ്യുന്നത്: നിങ്ങൾ വിവാഹിതരോ അവിവാഹിതരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കണ്ടീഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ല മുഖ്യ വിഷയം. പൗലോസ് പറയാണ് ചെയ്യുന്നത്: നിങ്ങൾ ലോകത്തിന്റെ വ്യഗ്രതകളിൽപ്പെട്ട് നശിക്കാനിടയാകരുത്. നിങ്ങൾ അലസരായി തീരരുത്. ദൈവത്തിന്റെ നിയമവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിക്കുക. അതാണ് പരമപ്രധാനമായ കാര്യം. വിവാഹിതരാണോ അവിവാഹിതരാണോ എന്നുള്ളതല്ല പ്രധാനമായ ചോദ്യം. നിങ്ങളുടെ വിളി അനുസരിച്ച്, നിയോഗമനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ആഗമനം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഭയവികലമായ ഒരു അന്തരീക്ഷമായിരിക്കില്ല. മറിച്ച് ആ ദൈവത്തെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായി അത് മാറും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 44 വരെ ഭാഗത്ത് വീണ്ടും യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്ന സദാ ജാഗരൂകരായിരിക്കുകയും. 2 കാര്യങ്ങളാണ് യേശു പരാമർശിക്കുക. ഒന്ന്, അത്തിവൃക്ഷത്തിന്റെ ഉപമ യേശു പരാമർശിക്കുന്നു. അത്തിമരത്തെ പറ്റിയാണ് യേശു പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് ശിഷ്യന്മാരെ അത് ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2-ാമത് യേശു പറയുന്നത് നോവയുടെ കാലത്തുണ്ടായ പ്രളയത്തെ പറ്റിയാണ്. ജലപ്രളയം വന്ന് മനുഷ്യരെ സംഹരിക്കുന്നതുവരെ ജനങ്ങൾ ഒന്നും അറിഞ്ഞില്ല. അതേ രീതിയിലായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം യേശു പഠിപ്പിക്കുന്നു. ആ സമയത്ത് ചിലപ്പോൾ നാം പശ്ചാത്തലയ്ക്കാൻ സമയം കിട്ടുകയില്ല. നമ്മൾ അലസരാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം ഉറച്ചു നിൽക്കുന്നില്ല, യേശുവിനെ സ്നേഹിക്കുന്നില്ല. ആ സമയത്തെല്ലാം ചെയ്യാൻ സമയം കിട്ടുന്ന വരികയില്ല. യേശു തന്നെ പറയുന്നുണ്ട്, ജലപ്രളയം വരുന്നതുവരെ ജനങ്ങൾ അതേപ്പറ്റി ബോധവാന്മാരായിരുന്നില്ല. പെട്ടെന്ന് ജലപ്രളയം വരികയും ലോകം നശിച്ചു പോവുകയും ചെയ്തു. അതുപോലെ മനുഷ്യപുത്രന് ആഗമനത്തിന് മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾ മുമ്പ് ഈ സമയത്ത് പഠിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്: സദാ ജാഗരൂകരായിരിക്കും. അത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അതൊരു തയ്യാറെടുപ്പായിട്ട് എപ്പോഴും നമ്മൾ
നമ്മൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് ഇന്നത്തെ വചനത്തിൽ ദൈവം പഠിപ്പിക്കുന്നത്? പാപങ്ങളും പാപ സാഹചര്യം ഉപേക്ഷിച്ച് എന്നും എപ്പോഴും സദാ ജാഗരൂകരായിരിക്കണം. വിവാഹിതരാണോ അവിവാഹിതരാണോ എന്നുള്ളതല്ല വിഷയം. നമുക്ക് വിളിച്ചിരുന്ന ആ വിളി, നമ്മുടെ ദൗത്യം ഏറ്റവും ഭംഗിയോടുകൂടെ നിർവഹിക്കണം ഓരോ ദിവസവും. അപ്പോൾ മനുഷ്യത്വത്തിന്റെ ആഗമനത്തിൽ നാം സന്തോഷിക്കും. കാരണം നാം എപ്പോഴും അവന് കൂടെ ഇരിക്കേണ്ടവനാണ്, നിത്യജീവൻ പ്രാപിക്കേണ്ടവനാണ്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ അലസതകൾ ഉണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയ വിളി അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ, ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകുന്നെങ്കിൽ, അലസത, മടി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തിന്മ വസ്തുക്കളുണ്ടെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് പിന്തിരിയാം. നാം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അതിന് നന്ദി. ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനം ശ്രയിക്കുവാനായിട്ട് അങ്ങ് അവസരം നൽകിയല്ലോ. ഇനി ഞങ്ങളെ പഠിപ്പിച്ചാണല്ലോ സദാ ജാഗരൂകരായിരിക്കും, എപ്പോഴും ഉണർന്നിരിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. ഈ നന്ദി പറയുന്നു. അങ്ങ് പറഞ്ഞല്ലോ യേശുവെ, നോഹയുടെ പ്രളയത്തിൽ എന്താണ് സംഭവിച്ചത്? ജലപ്രളയം വന്നു, എല്ലാം നശിച്ചു, നോഹയുടെ കുടുംബം ഒഴികെ. അപ്പോൾ ഇനി ഞങ്ങളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്, പശ്ചാത്താപത്തിലൂടെ അനുതാപത്തിലൂടെ എപ്പോഴും അങ്ങേ സ്നേഹിക്കുക. ഞങ്ങൾ ഏതെങ്കിലും ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, വിവാഹിതരോ അവിവാഹിതരായിക്കൊള്ളട്ടെ, മാതാപിതാക്കളോ കുട്ടികളോ ആയിക്കൊള്ളട്ടെ, സഹോദരന്മാരോ സഹോദരിയായിക്കൊള്ളട്ടെ, ഭർത്താവ് ഭാര്യ ആയിക്കൊള്ളട്ടെ, എല്ലാറ്റുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. വിശ്വസ്തയോടെ ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക. അതാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അങ്ങയുടെ ആഗമനം ഞങ്ങളെ എല്ലാവരും സംബന്ധിച്ചും ഒരു സന്തോഷത്തിന്റെ ദിനമായിരിക്കും. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വസ്തയോടെ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്ന ദൗത്യം കൂടുതൽ ജീവിതമായിക്കൊള്ളട്ടെ, മറ്റേത് വിധത്തിലുള്ള ജീവിതമായിക്കോട്ടെ, അത് ഭംഗിയാർന്നവർക്ക് ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവാദിയുടെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.